പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 3ാം ക്ലാസ് അഖീദ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കണം, മോഡൽ ചോദ്യം ഏത് രൂപത്തിലാണ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദ്യം വരുന്ന രൂപങ്ങളും ഒക്കെ മനസ്സിലാക്കാം. ആദ്യം നമ്മൾ മോഡൽ ചോദ്യപേപ്പർ വായിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് യോജിപ്പിക്കാം എന്നതാണ്. ഒരുപാട് പേപ്പറുകളിൽ ഇങ്ങനൊരു ചോദ്യം കാണുന്നുണ്ട്. നമുക്കും അക്കീദയിൽ ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കാം. 5 ചോദ്യങ്ങളുണ്ട്. ഉത്തരങ്ങൾ ഇപ്പുറത്ത് നൽകിയിട്ടുണ്ട്. ഡിസോർഡർ ആയിട്ടാണ്. ഓരോന്നും ശരിയായത് ചോദ്യത്തിൻ്റെ നേരെ നമ്മൾ എഴുതി കൊടുക്കണം. ഒന്നാമത്തത്, ദുനിയാവിലെ തീയിനേക്കാൾ ഡാഷ് ഇരട്ടി ചൂടുള്ള തീ കൊണ്ടാണ് നരകം എന്നതാണ്. ഏതാണ് അവിടെ യോജിച്ചത്? ഈ വിഷയത്തിൽ തന്നെ 69 എന്നൊരു അഭിപ്രായമുണ്ട്, 70 ഇരട്ടി എന്നൊരു അഭിപ്രായമുണ്ട്. പ്രബലമായ അഭിപ്രായം 70 എന്നാണ്. പിന്നെ 69 എന്നൊരു അഭിപ്രായമുണ്ട്. അതിനോട് യോജിച്ചിട്ടാണ് പുസ്തകത്തിൽ 79 എന്ന് വന്നത്. 79 എന്നാണ് പുസ്തകത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ പുസ്തകത്തിൽ ഉള്ളതുപോലെ എഴുതിയാലും മാർക്ക് കിട്ടും, 70 എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും, 69 എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. കാരണം പുസ്തകത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള തീ കൊണ്ടാണ് നരകം എന്ന് നമുക്കങ്ങനെ വായിക്കാം. രണ്ടാമത്തത്, എല്ലാവരെയും ഒരുമിച്ചു കൂട്ടപ്പെടും എവിടെ? യോജിച്ചത് മഹ്ശറിലാണ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുക. മൂന്നാമത്തത്, ശരിയായി ഉത്തരം പറഞ്ഞാൽ അവരുടെ ഖബർ എന്താകും? മൂന്നാമത്തത്, സ്വർഗ്ഗത്തോപ്പാകും. അപ്പോൾ ശരിയായ ഉത്തരം പറഞ്ഞാൽ അവരുടെ ഖബറിൻ്റെ കാഫ് മാറിയിട്ടുണ്ട്, സ്വർഗ്ഗത്തോപ്പായി മാറും. നാലാമത്തത്, ഉലുൽ അസ്മുകൾ എത്ര പേരാണ്? 5 പേരാണ് ഉലുൽ അസ്മുകൾ. അഞ്ചാമത്തത്, വ തവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. നീ ഏൽപ്പിക്കുക, എൻ്റെ എല്ലാ കാര്യങ്ങളെയും നീ തവക്കുലാക്കേണ്ടത് എന്നും നിലനിൽക്കുന്ന മരിക്കാതെ ജീവിക്കുന്ന അള്ളാഹുവിനെയാണ്. ആ അർത്ഥത്തിനാണത് വരുന്നത്. മരിക്കാതെ ജീവിക്കുന്ന അള്ളാഹുവിനെ നമ്മൾ തവക്കുലാക്കുക. ഇനി അടുത്ത ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല ചോദ്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തും. കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് കമൻറ്റിലൂടെ അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ അവസാനം എഴുതി അറിയിക്കുകയും ചെയ്യുക. ഒന്നാമത്തത്, പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, 2 എഴുതി കൊടുത്താൽ മതി. ഇവിടെ സ്ഥലത്തിനനുസരിച്ചുള്ളതൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. മഹ്ശറുണ്ട്, മീസാൻ എന്ന തുലാസ്, നന്മതിന്മകൾ തൂക്കുന്ന തുലാസ്, സിറാത്ത് അഥവാ പാലം, നമുക്ക് വിട്ടുകടക്കാനുള്ള പാലം, സ്വർഗം, നരകം മുതലായവ അഥവാ ഖബർ ജീവിതം, ഇതൊക്കെ ഏതിൽപ്പെട്ടതാണ്? പരലോക വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഇനി ഉലുൽ അസ്മുകൾ നമുക്കൊക്കെ അറിയാം. നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മൂന്നാമത്തത്, ഖുർആനിനോട് കാണിക്കേണ്ട അദബുകൾ, ഖുർആനിനോട് കാണിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? ഖുർആൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല, അഥവാ ഖുർആൻ്റെ മേലൊന്നും വെക്കാൻ പറ്റില്ല. ശുദ്ധിയോടു കൂടെയല്ലാതെ തൊടാനോ ചുമക്കാനോ പാടില്ല. അപ്പോൾ ശുദ്ധി കൂടാതെ അത് തൊടാനോ ചുമക്കാനോ പാടില്ല. ഖുർആൻ്റെ നേരെ കാൽ നീട്ടാൻ പാടില്ല. ഇനിയും ബാക്കി പുസ്തകത്തിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പഠിച്ചു വെക്കാം. ചിലപ്പോൾ യോജിപ്പിക്കാനോ പൂരിപ്പിക്കാനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അറിയാണ്ടായി പോകരുത്, അതും കൂടെ പഠിച്ചു വെക്കുക. നാലാമത്തത്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അവൻ ഒരുവനാണ്, അവനൊരു കൂട്ടുകാരുമില്ല, അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അള്ളാഹ്ക്കൊന്നും ആവശ്യമില്ല, നമുക്കാണെല്ലാം ആവശ്യം. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. ഇനിയുമുണ്ട്, പഠിച്ചു വെച്ചാൽ ഗുണം ചെയ്യും. ഇനി ഉത്തരം എഴുതാം എന്ന ചോദ്യത്തിൽ ഒന്നാമത്തത്, പരലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ച 2 ഭവനങ്ങൾ ഏതെല്ലാം? സ്വർഗം, നരകം. രണ്ടാമത്തത്, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചുമതല എന്ത്? ഇടി, മിന്ന്, മഴ, കാറ്റ്, റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ഭക്ഷണമാവട്ടെ വസ്ത്രമാവട്ടെ എല്ലാം മുതലായവ
മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരാണ് മീക്കായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. മൂന്നാമത്തത്, ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ട്? 23 വർഷം കൊണ്ടാണ് അതിൻ്റെ അവതരണം പൂർത്തിയാക്കിയത്. നാലാമത്തത്, നബിയുടെ വരവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആരെല്ലാം? മുന്നറിയിപ്പ് നൽകിയവരാരൊക്കെയാണ്? മുൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം നബിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രവാചകൻ വരാനുണ്ട് എന്നൊരു മുന്നറിയിപ്പ് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം നൽകിയിട്ടുണ്ട്. ഖബർ സ്വർഗത്തോപ്പാകും ആർക്ക്? മലക്കുകൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞവർക്ക്. 6, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് ഊതുന്നത് എപ്പോഴാണ്? ഒന്നാം ഊത്തിന് ശേഷം 40 വർഷം കഴിഞ്ഞ്. അപ്പോൾ ഒന്നാമത്തെ ഊത്തിന് ശേഷം 40 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഊത്തുണ്ടാവുന്നത്. ഏഴാമത്തത്, നാം തീരുമാനിച്ച പലതും നടക്കാതെ പോകുന്നു. കാരണം എന്ത്? ഏത് കാര്യവും നടക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. നമ്മൾ ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രം നടക്കില്ല. നമ്മൾ ഉദ്ദേശിച്ചതാണ് നടക്കാത്തത്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അപ്പോൾ ഏത് കാര്യവും നടക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം, എന്നാലേ നടക്കൂ. ഇനി എട്ടാമത്തത്, എന്താണ് മരണം? മരണം എന്നത് നശിക്കലല്ല, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ്. ഇപ്പോൾ ഈ വായിച്ച 8 ചോദ്യങ്ങളും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഒരു തവണ കേട്ടിട്ട് പഠിച്ചില്ലെങ്കിൽ മറ്റൊരു തവണ കേട്ട് പഠിക്കുക. പുസ്തകങ്ങൾ നല്ലോണം വായിക്കുക. ഇനി പൂരിപ്പിച്ച അർത്ഥം എഴുതാം എന്ന ചോദ്യമാണ്. ഇന്നാ നഹ്നു ഡാഷ് നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തത്, ഒമാ അർസൽനാക്ക ഡാഷ് ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്തത്, പട്ടിക പൂർത്തിയാക്കാം എന്നൊരു ചോദ്യമാണ്. ഇതിലെ ചോദ്യം ഈ രൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഉറപ്പായും നമ്മൾക്ക് ചോദിക്കും. അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും ഇത് മുഴുവനായും അറിഞ്ഞിരിക്കണം. നബി, കിതാബ്, ഭാഷ. മൂസാ നബിക്ക് തൗറാത്ത് കിട്ടിയപ്പോൾ അതിൻ്റെ ഭാഷ ഇബ്രാനിയായിരുന്നു. ദാവൂദ് നബിക്ക് അല്ലാഹു സബൂർ എന്ന കിതാബ് കൊടുത്തപ്പോൾ യൂനാനി ഭാഷയിലായിരുന്നു. ഈസാ നബിക്ക് ഇഞ്ചീൽ കൊടുത്തപ്പോൾ അത് സുരിയാനി ഭാഷയിലായിരുന്നു. നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫുർഖാനുൽ അലീം എന്ന പരിശുദ്ധ ഖുർആൻ കൊടുക്കുമ്പോൾ അറബി ഭാഷയിലാണത്. ഇന്നും നമ്മളത് ഓതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ മോഡൽ ചോദ്യം നമ്മൾ മനസ്സിലാക്കി. വാർഷിക പരീക്ഷ ആയതുകൊണ്ട് 1 മുതൽ അവസാനത്തെ പാഠം വരെ പരീക്ഷയ്ക്കുള്ള ഭാഗമാണ്. എവിടെ നിന്നും ചോദിച്ചേക്കാം. എന്നിരുന്നാലും കൂടുതലും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗത്തു നിന്നായിരിക്കും. ആ ഭാഗം നന്നായി പഠിക്കുക. മറ്റു ഭാഗങ്ങളും നോക്കുക. പാഠങ്ങളിലെ ചോദ്യോത്തരങ്ങൾ, ഹദീസുകൾ, അർത്ഥങ്ങളൊക്കെ, പിന്നെ 2 വീതം എഴുതാം എന്നതിൽ പറഞ്ഞ വിഷയങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ഈ വിഷയത്തിലും 100 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനിയും നല്ല നല്ല വീഡിയോ നമുക്ക് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.